ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ടേസ്റ്റി ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ് വന്നിരിക്കുന്നത്. അത് വന്നിട്ടുള്ളത് കട്ടളപ്പാറ എന്നുള്ള സ്ഥലത്താണ്, കുളത്തൂപ്പുഴയിലെ കട്ടളപ്പാറ. അവിടെ JMS ഫിഷ് ഫാമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ലൈവായിട്ട് നമുക്ക് ഫിഷിനെയൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല വൈഡായിട്ടുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ നടുവിലായിട്ട്, കാടിന് നടുവിലായിട്ടുള്ള ഒരു ഫിഷ് ഫാമാണിത്. നമ്മൾ കുളത്തൂപ്പുഴയിൽ നിന്നും വരുമ്പോൾ ഏകദേശം 8 കിലോമീറ്ററും ഇവിടെ നിന്ന് കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് ഒരു 4 കിലോമീറ്ററും എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കറക്റ്റ് സ്പോട്ടിൽ എത്താൻ പറ്റും. കണ്ടില്ലേ, രണ്ട് സൈഡിലുമായിട്ട് കാടിൻ്റെ നടുവിലൂടെ ഉള്ള യാത്രയാണ്. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വന്ന സമയത്ത് ഒരു റെയിനി സീസൺ ആയിരുന്നെങ്കിലും നമ്മളവിടെ എത്തിയ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും ഒരു ഭാഗത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ഫിഷ് ഫാം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ട് വണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പാർക്ക് ചെയ്ത ശേഷം താഴേക്ക് നടന്നു പോകാം. അല്ലെങ്കിൽ 2 വീലറൊക്കെ ആണെങ്കിലും അങ്ങ് താഴെയായിട്ട് പോയി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 3 ഫാമിലീസാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെ നെയ്ബേഴ്സാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ മൊബൈൽ നെറ്റ്വർക്കൊന്നും അത്ര ഒരു അവൈലബിൾ അല്ല. നമുക്ക് നന്നായിട്ട് പ്രകൃതിയുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഷ് ഫുഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലങ്ങൾ പരിചയപ്പെടാം. ഇവിടെ ഒരു ഹട്ടാണ് വരുന്നത്. 2-3 സ്ഥലത്തായിട്ട് ഒരു ഹട്ട് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ അവിടെ ഒരു ചെറിയ ബോട്ടുണ്ട്, അതിപ്പം വർക്കിംഗ് അല്ല. ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടും അതുപോലെ തന്നെ വൈഡായിട്ടുള്ളൊരു ഹട്ടുമാണ് ഉള്ളത്. നമ്മൾ വന്ന സമയത്ത് തന്നെ അവർ ഫിഷിനെ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഫിഷിനെ അപ്പോഴും തന്നെ അവർ പിടിച്ച് നമുക്ക് ലൈവായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത് പറയുന്നതനുസരിച്ച് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്രൈ ആക്കി തരും. നമ്മുടെ ആലിക്കുട്ടൻ ഫിഷിനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ കുട്ടികളുമായിട്ടൊന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നമ്മൾ ഒരു മയിലിനെ കണ്ടു. അതിൻ്റെ പിറകെ പോവുകയാണ്. കുട്ടികളെല്ലാം അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അത് ഒരുപാട് ദൂരത്തേക്ക് ഓടിപ്പോവുകയാണ്. അതിൻ്റെ പിറകെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ഒരുപാട് മയിലുകൾ താഴെയും ആ ഒരു റബ്ബറിൻ്റെ മുകളിലായിട്ടും നിൽക്കുന്നത് കണ്ടത്. ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ പിറകെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് ഉള്ളിലേക്കായിട്ട് അങ്ങ് കയറിപ്പോയി. താഴെ കണ്ടില്ലേ മയിലുകൾ നിൽക്കുന്നത്. അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ആമ്പൽക്കുളവും ഉണ്ട്. അവിടെ ചെറിയ ഫിഷൊക്കെ അവരിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ഫാമിലീസിന് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. കണ്ടില്ലേ, നല്ലതായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പുറകിലായിട്ട് നല്ലൊരു കുളവുമുണ്ട്. ഈ കുളത്തിലാണ് അവർ മീനിനെ വളർത്തുന്നത്. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫിഷൊക്കെ വന്ന് കഴിക്കുന്നതായിട്ട് കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷനിൽ നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്കൊന്ന് വിസിറ്റ് ചെയ്യണം. കണ്ണിന് മനോഹരമായ കാഴ്ച നൽകുന്ന സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് ഊഞ്ഞാൽ ആടാൻ പറ്റിയ ഒരു ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു ഭാഗത്ത് സ്ലൈഡും അതിൻ്റെ പുറകിലായിട്ട് 1-2 ഹട്ടുമുണ്ട്. അവിടെ കുക്കിംഗ് ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയും കുക്കിംഗ് നടത്തുന്നുണ്ട്. ഷൂട്ടിനൊക്കെ ആൾക്കാർ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ജിറാഫിൻ്റെ പ്രതിമയും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇനി ആ ഒരു കുക്ക് ചെയ്യുന്ന കിച്ചണിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു സ്ഥലത്തായിട്ടാണ് അവർ ഹോം സ്റ്റേ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ബാത്റൂമും ഒരു റൂമുമാണ് ഉള്ളത്. അതിൻ്റെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അയണച്ചക്കയുടെ ഒരു പ്ലാവ് കണ്ട് അതാണിത്. ഇനി ഞങ്ങൾ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മൾ കൊടുത്ത ഫിഷെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ആ സമയത്ത്. നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫിഷായിരുന്നു. ഈ ഒരു മസാല കൂട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് വിതറുന്നത്. കടലയും മറ്റും ഉണ്ട് അതിൽ. പിന്നെ നമുക്ക് പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതും അവർ കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോൺ വെജ് ഐറ്റംസൊക്കെ വേണമെങ്കിൽ പറഞ്ഞിരുന്നാൽ അവർ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കും. അതുപോലെ തന്നെ ചിക്കൻ, ബീഫ്, ബിരിയാണി, പൊറോട്ട എന്താണെങ്കിലും പറഞ്ഞിരുന്നാൽ എല്ലാം കറക്റ്റ് റെഡിയാക്കി വെക്കുന്നതാണ്. ഞാൻ ഇവിടുത്തെ ഒരു നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പുട്ടും കപ്പയും മീൻകറിയും ചമ്മന്തിയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്യാരറ്റ് പുട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. ഈ ഒരു ഭാഗം വരുന്നത് നമ്മൾ തിരിച്ച് അവിടുന്ന് വരുന്ന ഏരിയയാണ്. ഇവിടെ നന്നായിട്ട് വെള്ളമുണ്ട്. ഒരു ആറാണ് കാണുന്നത്. മഴ പെയ്ത് ആയതുകൊണ്ട് കലങ്ങിയ വെള്ളമാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ നല്ല വെയിലുള്ള സമയത്ത് നല്ല വെള്ളമാണ് അവിടെ ഉള്ളത്. നമ്മൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ്. എന്തുമായാലും നിങ്ങളെല്ലാവരും ഇവിടെ ഒരു വെക്കേഷൻ സമയത്ത് തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. കാടിന് നടുവിലൂടെയുള്ള ഒരു യാത്രയാണ്. തികച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ JMS ഫിഷ് ഫാം. കട്ട്ളപ്പാറയിലാണ് വരുന്നത്. ഏകദേശം കുളത്തൂപ്പുഴയിൽ നിന്ന് 8 കിലോമീറ്ററും അതുപോലെ തന്നെ കട്ട്ളപ്പാറയിൽ നിന്ന് 4 കിലോമീറ്ററുമാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ചെറിയ ട്രാവൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.